പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മൃതദേഹം കെട്ടറുത്ത് താഴെയിറക്കിയത് എന്ന് മൃതദേഹം താഴെയിറക്കാൻ സഹായിച്ച കോളേജിലെ പാചകക്കാരൻ ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച പ്രതികളാണ് തുണി അറുത്ത് മൃതദേഹം താഴെയിറക്കാൻ തന്നെ സഹായിച്ചത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പറഞ്ഞാണ് സിദ്ധാർത്ഥൻ മരിച്ച വിവരം അറിയുന്നത്. സ്ഥലത്തെത്തിയപ്പോൾ മരിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. മൃതദേഹം തണുത്തിരുന്നു. താൻ ചെല്ലുമ്പോൾ ഡീൻ സ്ഥലത്തുണ്ടായിരുന്നു. പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും മൃതദേഹം കെട്ടഴിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കൂടി നിന്നവർ പറഞ്ഞു. ഡീനിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടന്നതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. TV പ്രസാദ് വിശദാംശങ്ങളുമായി. പ്രസാദ്, എന്താണ് പാചകക്കാരൻ പറയുന്നത്? നികേഷ് പറഞ്ഞതുപോലെ ഈ മൃതദേഹം അതിൻ്റെ തൂങ്ങിക്കിടന്ന തുണി അറുത്തു മാറ്റാൻ സഹായിച്ച ആളാണ് കോളേജിലെ പാചകക്കാരനായ ജെയിംസ് ഈ കേസിൽ ഒരു നിർണായക സാക്ഷിയായി വരേണ്ട ആളാണ്. പക്ഷേ ജെയിംസിനുള്ള ഒരു ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള കഴിവില്ല, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ജെയിംസ് പറയുന്ന കാര്യങ്ങൾ ജെയിംസിൻ്റെ ഭാര്യ മേരിക്കുട്ടിയാണ് നമ്മളോട് ഓരോന്നായി വിശദീകരിച്ച് പറയുന്നത്. ആദ്യം നമുക്ക് നമ്മൾ ജെയിംസുമായി നടത്തിയ ശബ്ദ സംഭാഷണം റെക്കോർഡ് ചെയ്തതിലേക്ക് നമുക്ക് വരാം. ജെയിംസ് ചേട്ടാ, എന്റെ പേര് TV പ്രസാദ് എന്നാണ്, ഞാൻ റിപ്പോർട്ടറാണ്. ഹലോ ജെയിംസ് ചേട്ടാ. പറഞ്ഞോ. വൈഫാണോ? അതെ. ഞാൻ വിളിച്ചതേ ആ കോളേജിൽ ഒരു കാര്യം ചോദിക്കാനായിരുന്നു ചേച്ചി. ജെയിംസ് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? പറഞ്ഞോ. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, പറയുന്നുണ്ട് പുള്ളിക്കാരൻ. എന്താ പ്രശ്നം? എന്താ എന്ത് പറ്റി? ശബ്ദമില്ല, മനസ്സിലാവില്ല പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. ജെയിംസ് ചേട്ടാ, എന്താ അവിടെ ഉണ്ടായെന്ന് അറിയാവോ? യഥാർത്ഥത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അന്നാ മറ്റേ ബോഡി കാണുന്ന സമയത്ത് ജെയിംസ് ചേട്ടന്റെ പേരൊക്കെ നമ്മുടെ റിപ്പോർട്ടിലുണ്ട്. നമ്മുടെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അതില് ജെയിംസ് ചേട്ടന്റെ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ കാരണം. അപ്പൊ അന്ന് എത്തുമ്പോ എന്താണ് കണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാലേ. തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഡീനൊക്കെ വന്ന ശേഷമാണ് ഇവര് പോന്നത്. 16-ാം തീയതി രാത്രിയാണ് ഇവനെ അടിച്ചൊക്കെ ചെയ്തത്. 17-ാം തീയതി ജെയിംസ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? 17-നൊക്കെ ഉണ്ട്. അടിച്ചൊന്നുമില്ല. രാത്രി അടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് അവിടെ ഇല്ല. അപ്പൊ ഈ 17-ന് സിദ്ധാർത്ഥനെ കണ്ടിരുന്നോ ജെയിംസ് ചേട്ടൻ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. 18-ന് കണ്ടിരുന്നോ? 18-ന് അടുത്ത ദിവസം? ഇല്ല, പിന്നെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ 18-ന് മരിച്ചപ്പോഴാണോ കണ്ടത്? മരിച്ചെന്നാണ് കാണുന്നത്. പിന്നെ അവിടെ കാണുന്ന സമയത്ത് തന്നെ മരിച്ചു എന്ന് അവിടുന്ന് ബോധ്യപ്പെട്ടിരുന്നോ? കാണുമ്പോൾ തന്നെ മനസ്സിലായോ മരിച്ചു എന്ന്? മനസ്സിലായോ? ആരെങ്കിലും നോക്കിയിരുന്നോ? മരിച്ചെന്ന് അവിടെ മരിച്ചിരുന്നോ? പിള്ളേരൊക്കെ പറഞ്ഞു മരിച്ചെന്ന്. അല്ല, ജെയിംസ് ചേട്ടൻ കാണുമ്പോ മരിച്ച പോലെ തന്നെ ആയിരുന്നോ? തണുത്തിരുന്നോ ബോഡി? അവരെ അഴിക്കുമ്പോ ജെയിംസേട്ടനും കൂടി കൊടുത്തതാ. അതെ, അപ്പോഴേക്ക് ബോഡി തണുത്തിരുന്നോ? തണുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ പോലീസിനെ അറിയിക്കണ്ടേന്നൊന്നും ചോദിച്ചില്ലേ ജെയിംസ് ചേട്ടൻ? ആരും ഡീനോട് ചോദിച്ചില്ലേ പോലീസിനെ അറിയിക്കുന്നത്? പോലീസിനോട് പറഞ്ഞിരുന്നു, അഴിച്ചോളം പറഞ്ഞിരുന്നു പോലീസ്. ജെയിംസ് ചേട്ടാ, ആ സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നോ സിദ്ധാർത്ഥന്? തലക്കൊക്കെ ഉണ്ടായിരുന്നു. തലക്കുണ്ടായിരുന്നോ? സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? ഓ ശരി. ഈ സിദ്ധാർത്ഥന് ഇങ്ങനെ മർദ്ദനമേറ്റു എന്ന കാര്യം ജെയിംസ് ചേട്ടൻ അറിഞ്ഞിരുന്നോ? ഈ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ സംഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അറിയില്ല.
അടി ഉണ്ടായിരുന്നു. പോയപ്പോ ആ രാത്രി ഉണ്ടായിരുന്നില്ലല്ലോ. ആ രാവിലെ പോയപ്പോ ഇങ്ങനെ അറിഞ്ഞ് അവിടെ അടി ഉണ്ടായിരുന്നു. പക്ഷെ അത്ര കാര്യാക്കിയില്ല. അറിയുന്നില്ലല്ലോ, ആരാന്ന് അറിയുന്നില്ല. ആ പേരൊന്നും പറഞ്ഞില്ല, ഇവിടെ അടി ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടെന്ന്. ഈ സിദ്ധാർത്ഥ് ഇപ്പൊ ഇത്രയും നാളായിട്ട് അവിടെ പഠിക്കല്ലേ, അപ്പൊ ജെയിംസ് ആട്ടിനെ അറിയാമായിരുന്നോ? ഈ സിദ്ധാർത്ഥിനെ അറിയാമായിരുന്നോ? ഓ നന്നായി അറിയാലോ. എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്ന് ചോദിച്ചേ. നല്ല കുട്ടിയാണോ? പ്രശ്നത്തിനൊക്കെ പോകുന്ന ആളാണോ? നല്ല കുട്ടിയാന്ന്, നല്ല ആക്റ്റീവാന്ന്. ആണല്ലേ? അടുക്കളയില് വന്ന് പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി തമാശയൊക്കെ പറഞ്ഞിട്ടാ പോവാന്ന്. ഓഹോ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു അല്ലേ? അതെ അതെ. അന്ന് ഈ ജെയിംസ് ആട്ടൻ കാണുമ്പോ എങ്ങനെയായിരുന്നു? അവരെ അഴിക്കാൻ തുടങ്ങുമ്പോഴാണോ ജെയിംസ് ആട്ടൻ കണ്ടത്? അല്ല ഈ വാതിൽ ചവിട്ടി പൊളിക്കുമ്പോ അവിടെ എത്തിയിരുന്നോ? ബാത്റൂമിൽ എത്തിയിരുന്നോ? അതിൽ ചവിട്ടി പൊളിക്കുമെന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം ഈ അവിടെയൊന്നും ഈ സിദ്ധാർത്ഥിനന്ന് പകലൊന്നും ആരും കണ്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ തന്നെയാണോ? ജെയിംസ് ആട്ടനോട് ആരും പറഞ്ഞോ? അന്വേഷിച്ചിരുന്നോ ജെയിംസ് ആട്ടാ? ജെയിംസേട്ടനൊന്നും കണ്ടിട്ടേ ഇല്ലാന്ന്. ആണല്ലേ? ആ, ഒരു കുക്കും കൂടി ഇല്ല അവിടെ? അതാരാ? പേരെന്താ? ജിയോ. ജിയോ. ജിയോ പോവാറുണ്ടോ പണിക്ക്? അവൻ നിർത്തിപ്പോയി. എപ്പോഴാ നിർത്തിപ്പോയേ? മരിച്ച അന്നെ പോയിന്ന്. മരിച്ച ഒരാഴ്ച കഴിഞ്ഞ് അവൻ നിർത്തിപ്പോയി. നിർത്തിപ്പോയോ? അതെന്താ പോവാൻ കാരണം എന്നറിയോ? അത് അവൻ ഇടയ്ക്കടി പറയും, ഞാൻ പോവാന്ന് പറയലുണ്ടെന്ന്. അത് ഈ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പോയതിന്? ഇല്ല, അത് മുന്നേ പറയായിരുന്നു, വന്നപ്പോഴേ പറയായിരുന്നു. ജെയിംസ് ആട്ടൻ ഇപ്പൊ എത്ര വർഷമായി അവിടെ ജോലി ചെയ്യുന്നേ? 2.5 വർഷമായി. ഈ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷേ ജെയിംസ് ആട്ടാ, ജെയിംസ് ആട്ടനല്ലേ ബോഡിയൊക്കെ മറ്റേ അത് അറുക്കാനും എടുക്കാനൊക്കെ സഹായിച്ചത്? ആ സമയത്തെ പുറത്ത് കാണുന്ന രീതിയിൽ മുറിവ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? പുറത്ത് കാണുന്ന രീതിയിൽ മുറിവ് കണ്ടിട്ടില്ല. തലേന്റെ അവിടെ അല്ലേ? ഡ്രസ് ഉണ്ടായിരുന്നോ? തൂങ്ങിയപ്പോ ഡ്രസ് ഉണ്ടായിരുന്നോ? അല്ല ഈ അണ്ടർവെയർ മാത്രാണോ? ഷഡ്ഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷഡ്ഡി മാത്രമായിരുന്നോ? തൂങ്ങിയത് ഏതിലാ? തോർത്തിലായിരുന്നോ? മുണ്ടിലോ? കാവ്യമുണ്ടില്ലല്ലേ? ഓ അത് ശരി. അപ്പൊ ഒരുപാട് പേര് അവിടെ ഉണ്ടായോ അന്നേരം ഈ ബാത്റൂമിന്റെ അടുത്ത്, ജെയിംസ് ആട്ടനെ കൂടാതെ? കുറെ പേരുണ്ടായിരുന്നു. ഡീനൊക്കെ എത്തിയായിരുന്നോ? എത്തി. ഈ മരിച്ചു എന്ന് അറിഞ്ഞിട്ടേ കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാതെ ആരും തൊടൂലല്ലോ ബോഡി ആവുമ്പോഴേ. അപ്പൊ ആരാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്? ആരാ അറുത്തു മുറിച്ച് കൊണ്ടുപോകാൻ ആരാ പറഞ്ഞേ? അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നെന്ന്. അതെ ആംബുലൻസ് വരണമെങ്കിൽ ഒരാള് തീരുമാനം എടുക്കണ്ടേ? അതറിയില്ല. ജെയിംസ് ആട്ടൻ ബാത്റൂമിലേക്ക് ആര് വിളിച്ചിട്ടാ പോയത്? പിള്ളേരൊക്കെ പോകുന്ന ഒച്ചയൊക്കെ കേട്ടപ്പോ ഇവര് എന്താന്ന് ചോദിച്ചിരുന്നു. ജെയിംസ് ഏട്ടൻ എന്താ സംഭവം ചോദിച്ചിരുന്നു. അപ്പൊ തൂങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥൻ തൂങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോ പോയപ്പോഴാണ് അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെ ചേർന്ന അറുത്തു മാറ്റിയത്? പ്രതിയായിട്ടുള്ള 3 പേരും പിന്നെ ജെയിംസ് ഏട്ടനും ആംബുലൻസ് ഡ്രൈവറും. ഓ, അവര് ഈ ബോഡി അറുത്തെടുക്കുമ്പോ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ ജെയിംസ് ഏട്ടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയുന്നുണ്ടായിരുന്നോ അവിടുന്ന് ഇത് മരിച്ചൂന്ന്? പോലീസിനെ വിളിക്കണമെന്നോ അങ്ങനെ മരിച്ചൂന്നോ അങ്ങനെ പറഞ്ഞോ? പരസ്യമായിട്ട് പറഞ്ഞോ? മരിച്ചെന്ന് എല്ലാരും പറഞ്ഞു. അപ്പോഴാണ് ജെയിംസ് ഏട്ടൻ പോകുന്നത്. അപ്പൊ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ അറുക്കാൻ തുടങ്ങുമ്പോ ഒരാൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ചൂടുള്ള ശരീരാണോ തണുത്തു പോയോന്ന്. ജെയിംസ് ഏട്ടന് എന്താ തോന്നിയേ? അത് അറുത്ത് മാറ്റുമ്പോ മരിച്ചു തന്നെ തോന്നിയോ? മരിച്ചു തന്നെ തോന്നി. അപ്പൊ ഇത് മരിച്ചു എന്നുള്ള കാര്യം ഡീനോട് അറുത്ത നിലയിൽ ജെയിംസ് ഏട്ടനോ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഡീനോട് മരിച്ചു എന്ന് പറഞ്ഞിരുന്നോ? അവരല്ലേ ആദ്യം കണ്ടതെന്ന്. ഈ സിദ്ധാർത്ഥൻ ഇവരെല്ലാം ചേർന്ന് അടിച്ചിരുന്നു എന്ന കാര്യം അപ്പൊ തന്നെ അറിയാമായിരുന്നോ? അല്ല മരിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നോ ജെയിംസ് ഏട്ടന്? 16-ാം തീയതി രാത്രിയാണ് അടിക്കുന്നേ. അന്ന് പുള്ളിക്കാർ ഇവിടെയാണ്. പിന്നെ രാവിലെ പോയപ്പോ അറിഞ്ഞു ഇങ്ങനെ അടി ഉണ്ടായി എന്ന് അറിഞ്ഞു. ആരൊക്കെ ചേർന്നാണ് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു? എങ്ങനെ അടിച്ചു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. റൂമിലുള്ളതും അറിയില്ല. എവിടെയൊക്കെ വെച്ച് അടിച്ചുന്നോ ആരടിച്ചുന്നോ ഒന്നും അറിയില്ല അല്ലേ? ഇല്ല, അങ്ങനെ റൂമിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവര് പോയി നോക്കുമായിരുന്നു. ഭക്ഷണത്തിന് ശേഷമാണോ ബോഡി കണ്ടെത്തുന്നത്? ഭക്ഷണ ശേഷമാണോ?
കുറച്ചു പേര് ഭക്ഷണം കഴിച്ചിന്ന് അപ്പോഴാണ് ഇത് അറിയുന്നേന്ന്. പിന്നെ എപ്പോഴാ അവസാനമായിട്ട് സിദ്ധാർത്ഥിനെ കണ്ടത് എപ്പോഴാ ജെയിംസ് ചേട്ടാ? മരിക്കുന്നതിന് 4-5 ദിവസം മുന്നേ കണ്ടതാ. ഈ സിദ്ധാർത്ഥേ അങ്ങനെ പെൺകുട്ടികളോടൊക്കെ മോശമായി പെരുമാറുന്ന ടൈപ്പിലുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ സിദ്ധാർത്ഥ് ജെയിംസ് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ആയിക്കോട്ടെ. പോലീസ് വന്നോ? വീട്ടിൽ വന്നോ? പോലീസ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇതുവരെ ചോദിച്ചില്ല? അവിടുന്ന് ചോദിച്ചിരുന്നു. അവിടുന്ന് ഇവരോട് ചോദിച്ചിരുന്നു. അപ്പൊ സംസാരിക്കാൻ പറ്റാത്തോണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദ് തുടരുന്നു. ടി വി പ്രസാദ്, ഇതാണ് പാചകക്കാരനുമായിട്ടുള്ള ടി വി പ്രസാദിന്റെ സംഭാഷണം. അതെ നികേഷ്, ഇതിലെ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ ജെയിംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയാണ് ആ കോളേജ് ഹോസ്റ്റലിലെ പാചകക്കാരനായ ജെയിംസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികേഷ്, ജെയിംസിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ഒരുപാട് കാലങ്ങളായി കൂടെ താമസിക്കുന്ന ആൾ എന്ന നിലയിൽ ഭാര്യയ്ക്ക് വളരെ പെട്ടെന്ന് ആംഗ്യങ്ങളിലൂടെയും മറ്റും മനസ്സിലാകുമെന്നാണ് മേരിക്കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിന് സംഭവിച്ചൊരു വീഴ്ച കൂടിയുണ്ട്. അതായത് നേരത്തെ ജെയിംസിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ പോലീസ് എത്തിയിരുന്നു. അതായത് മൃതദേഹം അറുത്ത് താഴെ ഇറക്കാൻ സഹായിച്ച ആൾ എന്ന നിലയിലാണ് പോലീസ് ആ നീക്കമെന്ന് നടത്തിയത്. പക്ഷേ ജെയിംസ് പറയുന്നതെന്ന് പോലീസിന് മനസ്സിലായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഭാര്യയുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ ജെയിംസ് പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവുകയുമുള്ളൂ. നമ്മുടെ ഇന്നത്തെ സംഭാഷണം കേട്ടാൽ തന്നെ മനസ്സിലാവും. ജെയിംസ് അത് പറഞ്ഞു കൊടുക്കുന്നു, ഭാര്യ അത് നമുക്ക് പറഞ്ഞു തരുന്നു. ഭാര്യയ്ക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. പറഞ്ഞു വന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവുകളാണ് നമ്മളിപ്പോൾ ഇന്ന് പുറത്തു വന്നത്. സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ ഒരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ ആ മരണം സാധാരണഗതിയിൽ ഒരാൾക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ ശരീരം തണുത്തു മരവിച്ചിരിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം ആ തൂങ്ങിയ ആ തുണിയിൽ നിന്ന് അറുത്ത് മുറിച്ചെടുത്ത് ആംബുലൻസിൽ കയറ്റി പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരാണ് നിർദ്ദേശം നൽകിയത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജെയിംസ് ഇത് ആംഗ്യഭാഷയിലൂടെ ചോദിക്കുന്നുമുണ്ട് എന്നാണ് ജെയിംസിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ പറയുന്ന സമയത്ത് പോലീസ് പറഞ്ഞിട്ടാണ് അറുത്തു മാറ്റുന്നത് എന്ന ആത്മവിശ്വാസം ഡീൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അതൊരു കളവായ പ്രസ്താവനയാകാനാണ് സാധ്യത. അതായത് മരിച്ചു കിടക്കുന്ന ഒരു ബോഡി എങ്ങനെയാണ് പോലീസിന്റെ സാന്നിധ്യമില്ലാതെ അവിടെ നിന്ന് മാറ്റുക? പ്രത്യേകിച്ച് കോളേജ് ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കുന്നത് കണ്ടാൽ അത് അറുത്തുമാറ്റി കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുക്കാൻ ഏത് ഉദ്യോഗസ്ഥനാണ് ധൈര്യമുണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത്. സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെങ്കിൽ ആ സമയത്ത് പോലീസിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഫോട്ടോ, അവിടെ ആദ്യം എടുത്തുന്ന പോലീസ് ഓഫീസർ, അവരുടെ തെളിവുകൾ മഹസർ ഏറ്റവും പ്രധാനമാണ് ഈ കേസിൽ എന്നുള്ളതാണ്. അതായത് എങ്ങനെയുള്ള ആ മുണ്ടിലാണ് തൂങ്ങിയത്, അതിൻ്റെ കെട്ട് എങ്ങനെയായിരുന്നു, അതിൻ്റെ അളവ് എങ്ങനെയായിരുന്നു, തൂങ്ങിയതിന് ശേഷം മൃതദേഹം എത്ര അളവാണ് താഴേക്ക് വന്നത്, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ചുരുക്കത്തിൽ ഒരാൾ സ്വന്തം കെട്ടിയതും മറ്റൊരാൾ കെട്ടിത്തൂക്കിയതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇത്തരം കേസുകളുടെ തെളിവെടുപ്പിൽ എന്ന് പറയുന്നത്. അതാണ് പൂർണ്ണമായി ഇതോടുകൂടി നശിപ്പിക്കപ്പെട്ടത്. ഉദാഹരണത്തിന് സിദ്ധാർത്ഥിൻ്റെ ഈ മരണം കൊലപാതകമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള വലിയ എവിഡൻസ് അതോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. 12:45-നും 1:45-നും ഇടയിൽ മരണം നടന്നു എന്നാണ് പോലീസിന്റെ FIR. 1:45 കഴിഞ്ഞ് 4:10 പോലീസിന് ഈ വിവരം അറിയിക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ 2.5 മണിക്കൂർ സമയം പോലീസിനെ ഇത് അറിയിക്കാതിരിക്കാനുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് ഡീനുണ്ടായത്, എങ്ങനെയാണ് കോളേജ് അധികൃതർക്കുണ്ടായത്? തീർന്നില്ല. ഇതിലെ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം, ജെയിംസിന്റെ കൂടെ മൃതദേഹം അറുത്ത് താഴെയിറക്കാൻ സഹായിച്ചത് തലേ ദിവസം സിദ്ധാർത്ഥിനെ മർദ്ദിച്ച 2 പ്രതികളായിരുന്നു എന്നുള്ളതാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നുണ്ട് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവർ ബാത്റൂമിന് പുറത്തുണ്ടായിരുന്നുവെന്ന്. നികേഷേ, നമുക്ക് ഒരു കാര്യം അതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ മർദ്ദനത്തെ തുടർന്ന് മരിക്കുന്നു, ആ മർദ്ദനമേറ്റയാൾ അറിയുന്നു അയാൾ അവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന്.
ആ മർദ്ദിച്ച ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ സമയത്ത് ഓടിപ്പോയിട്ട് ആ മൃതദേഹം താഴെ ഇറക്കാനുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ധൈര്യം ഇങ്ങനെ ചെയ്ത ഒരാൾക്കുണ്ടാകുമോ എന്ന സ്വാഭാവികമായ സംശയമുണ്ട്. എങ്ങനെയാണ് ഈ മർദ്ദിച്ചവർ എല്ലാവരും ഈ ബാത്റൂമിന്റെ സമീപത്ത് ആ സമയത്ത് എത്തി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ പരിസരത്ത് ഡീനുണ്ട്, കോളേജിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. എന്നിട്ടും പോലീസിനെ അറിയിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ അർത്ഥം ഇത് ബോധപൂർവമായ ഒരു നീക്കമാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയുന്നു. 16-ന് രാത്രി ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രതികളല്ലാതെ 17-ാം തീയതിയോ 18-ാം തീയതി ഉച്ചയ്ക്ക് ഈ സിദ്ധാർത്ഥിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെയോ പ്രതികളല്ലാതെ വേറെ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ജെയിംസും അക്കാര്യം വളരെ കൃത്യമായി പറയുകയാണ്, സിദ്ധാർത്ഥിനെ കണ്ടിട്ടേ ഇല്ല എന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ 17-നും 18-നും ഉച്ചയ്ക്ക് ഇടയിൽ എന്താണ് സംഭവിച്ചത്? ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിന് ഇത്ര ധൃതിപ്പെട്ട് അവിടെ നിന്ന് മൃതദേഹം അഴിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഡീൻ അനുശോചന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. അതിൽ ഡീൻ എന്താണ് പറയുന്നത്? അതിൽ ഡീൻ പറഞ്ഞ ഒരു കാര്യം, സിദ്ധാർത്ഥിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നമ്മൾ നടന്നത്. ഇത് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവമാണ്. ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവമല്ല. ഒരു ജീവനെക്കുറിച്ചും ജീവൻ നഷ്ടപ്പെട്ടാൽ അറിയുന്നതിനെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരാണ്, ശാസ്ത്രീയ ധാരണയുള്ളവരാണ്. പക്ഷെ എന്നിട്ടും മരിച്ചു കിടന്ന് തണുത്തു തുടങ്ങിയ ഒരു ബോഡി എന്ന് ജെയിംസിന് പോലും മനസ്സിലായ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പോലീസിനെ അറിയിക്കാതെ അത് കൊണ്ടുപോയത്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതിൽ 2 പ്രതികൾ പറയുന്നു, നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല, ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന്. ആന്റി റാഗിംഗ് സ്ക്വാഡിൽ കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് പിന്നീട് അന്വേഷിച്ചില്ല? ഈ ദിവസം വരെ ജെയിംസിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായില്ല. ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. അതേസമയം തന്നെ ഈ ഡീനിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഉത്തരവുണ്ടല്ലോ നികേഷ്, അതുപോലും ദുരൂഹമാണ്. സൂയിസൈഡ് ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം കിട്ടിയത്? ആ സസ്പെൻഷൻ റിപ്പോർട്ട്, ആ സസ്പെൻഷൻ ഓർഡറിൽ ആത്മഹത്യ ചെയ്തു എന്ന് 3 തവണ എഴുതി വയ്ക്കുമ്പോൾ എന്ത് ശാസ്ത്രീയമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതി വെച്ചത്? പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ എവിടെയും സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് എഴുതിയില്ല. സിദ്ധാർത്ഥിന്റെ മരണം എന്ന് മാത്രമാണ് ബോധപൂർവം എഴുതിയത്. അതിന് കാരണവുമുണ്ട്. അതിന് കാരണം അവിടെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ 22 പേരുടെ മൊഴിയാണ് സംശയാസ്പദമായ രീതിയിൽ ക്രൂരമായ മർദ്ദനവും പീഡനവും സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും അത് ഒറ്റയടിക്ക് ആത്മഹത്യയായി ആർക്കും പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഫോറൻസിക് സർജന്മാരോട് സംസാരിക്കുന്നവർക്കറിയാം, ഹാങ്ങിങ് കോസ് ഓഫ് ഡെത്ത്, മരണകാരണം സാധാരണഗതിയിൽ ഹാങ്ങിങ് ആണ്. ആ ഹാങ്ങിങ് എന്ന് പറയുന്നത് 2 തരത്തിലും സംഭവിക്കാം. ഒന്ന്, സാധാരണഗതിയിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ 4ഓ 5ഓ ബലിഷ്ഠമായ ശരീരമുള്ള ആളുകളാണെങ്കിൽ ഒരാളെ പിടിച്ച് കഴുത്ത് തൂക്കി അങ്ങിട്ട് കഴിഞ്ഞാൽ മറ്റൊരു തെളിവുകളുമില്ലാത്ത രീതിയിൽ അതിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് കോസ് ഓഫ് ഡെത്ത് ഹാങ്ങിങ് എന്ന് തന്നെയായിരിക്കും. പക്ഷെ അത് ഹാങ്ങിങ് അല്ലെന്നും മർഡർ ആണെന്നും തെളിയിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. ഇപ്പോൾ നിലവിൽ പോലീസായിരുന്നു. പക്ഷേ പോലീസിന് കിട്ടേണ്ട തെളിവുകളാണ് ഡീനിന്റെ നേതൃത്വത്തിൽ, കോളേജ് അധികൃതരുടെ നേതൃത്വത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്നത്. തീർച്ചയായും ജെയിംസിന്റെ വെളിപ്പെടുത്തൽ ഈ കേസിൽ ഏറെ നിർണായകമാണ് നികേഷ്. തീർച്ചയായും